ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. കഴിഞ്ഞ വീഡിയോ മാസ്റ്ററിനെ കുറിച്ച് നിങ്ങളെല്ലാം പഠിച്ചു എന്ന് വിചാരിക്കുന്നു. അത് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഈ ഒരു വീഡിയോ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഞാൻ എൻ്റെ എക്സ്പീരിയൻസ് കൊണ്ടും അതുപോലെ എൻ്റെ ഫ്രണ്ട്സ് ഓഡിയോ ഇൻഡസ്ട്രിയിൽ ഫിലിം ഇൻഡസ്ട്രിയിൽ ഇപ്പോൾ വർക്ക് ചെയ്യുന്ന ഫ്രണ്ട്സ് അതുപോലെ ഞാൻ പഠിച്ച കാര്യങ്ങളും അതിനകത്ത് എനിക്ക് തോന്നിയ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള കുറച്ച് ടിപ്സ് ഞാൻ നിങ്ങൾക്ക് വേണ്ടി കൊളക്ട് ചെയ്തിട്ടുണ്ട്. അത് എനിക്ക് തന്നെ കുറച്ച് ആൾക്കാർ പറഞ്ഞു തന്നാണ് കുറച്ച് കാര്യങ്ങൾ. ബാക്കി എല്ലാ കാര്യങ്ങളും ഞാൻ എൻ്റെ എക്സ്പീരിയൻസ് കൊണ്ടും എനിക്ക് ശരി തെറ്റായി തോന്നിയ കുറച്ച് കാര്യങ്ങൾ ഞാനിതിനകത്ത് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്കത് ഹെൽപ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. അത് എപ്പോഴും നിങ്ങൾ ഓർത്ത് വയ്ക്കുക. ഇതിന് വേണമെങ്കിൽ ഒരു പ്രിൻ്റ് ഔട്ട് എടുത്ത് നിങ്ങൾക്ക് നിങ്ങളുടെ ഡെസ്കിൽ നിങ്ങൾക്ക് ഒട്ടിക്കാം. ഇത് എപ്പോഴും ശ്രദ്ധിക്കുക. നിങ്ങളുടെ ഒരുപാട് ടൈം നിങ്ങൾക്ക് സേവ് ആവും. ഞാനിതിനകത്ത് ഒരുപാട് തെറ്റുകൾ ഞാൻ ചെയ്ത് ശരിയാക്കി വന്നേക്കുന്ന ആളാണ്. അപ്പോൾ ഞാൻ ഒരുപാട് എൻ്റെ ഫ്രണ്ട്സിനും പറഞ്ഞു കൊടുക്കുന്ന കുറച്ച് ടിപ്സാണത്. അപ്പോൾ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് സ്റ്റേറ്റ് വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ ഏറ്റവും ആദ്യത്തെ ടിപ്പ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടിപ്പാണ്. ഗെറ്റ് ഇറ്റ് റൈറ്റ് അറ്റ് ദ സോഴ്സ്, 80-20 റൂൾ. ഇതെന്ന് പറയുന്നത് ഇതിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ വേറൊന്നുമല്ല, ആ സോഴ്സ് നിങ്ങൾ ഓഡിയോ സിഗ്നൽ എടുക്കുന്ന സോഴ്സിൽ തന്നെ ഏറ്റവും ബെസ്റ്റ് ക്വാളിറ്റിയിൽ തന്നെ റെക്കോർഡ് ചെയ്യുക. ഒരിക്കലും റെക്കോർഡിങ് മോശമാക്കിയിട്ട് മിക്സിങ്ങിൽ ഞാൻ ശരിയാക്കിക്കോളാം ആ ഒരു രീതിയിലുള്ള മെൻറ്റാലിറ്റി ഒരിക്കലും വെക്കരുത്. ആ സോഴ്സ് പോയിന്റിൽ തന്നെ ഏറ്റവും ബെസ്റ്റ് റെക്കോർഡിങ് എടുക്കുക. ഇപ്പോൾ 80-20 റൂൾ നടത്തുന്നത് വെച്ചാൽ 80% നിങ്ങളുടെ ആ ഒരു സോങ്ങിൻ്റെ ഔട്ട്പുട്ട് അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു റെക്കോർഡിങ്ങിൻ്റെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് 80% റെക്കോർഡിങ്, 20% മിക്സിംഗ് ആണ്. അപ്പം ഒരിക്കലും എന്താ പറയുക, ഞാൻ തിരിച്ചാവരുത്. 20% റെക്കോർഡിങ്ങേ ഉള്ളൂ, അതിനകത്ത് കുറച്ച് തെറ്റുകളുണ്ട്, പക്ഷേ ഞാൻ 80% മിക്സിംഗ് ശരിയാക്കിക്കോളാം, ആ രീതിയിൽ ഒരിക്കലും വെക്കരുത്. 80% ആ റെക്കോർഡിങ് കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് തോന്നണം ഇത് പെർഫെക്റ്റ് ആണ്. ആ രീതിയിൽ വേണം ഇപ്പോൾ റെക്കോർഡ് ചെയ്യാൻ. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, ബൈ ചാൻസ് ഒരു നോയ്സ് വന്നു കഴിഞ്ഞാലോ അല്ലെങ്കിൽ ഒരു ഒച്ച ബാക്ക്ഗ്രൗണ്ട് വന്നു കഴിഞ്ഞാൽ ആ റെക്കോർഡിങ് കളയുക, അടുത്ത റെക്കോർഡിങ് എടുക്കുക, അടുത്ത ടേക്ക് എടുക്കുക. ഒരു ആർട്ടിസ്റ്റിനെ നിങ്ങൾ വിളിച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു ടേക്ക്, നിങ്ങൾ ആ എടുക്കുന്ന ടേക്ക് ഒന്ന് കേട്ട് നോക്കുക, 2-3 തവണ കേട്ട് നോക്കുക. അത് സാറ്റിസ്ഫൈഡ് ആണെങ്കിൽ മാത്രമേ ആർട്ടിസ്റ്റിനെ നിങ്ങൾ പറഞ്ഞു വിടാവൂ. ആർട്ടിസ്റ്റ് റെക്കോർഡിങ് ചെയ്തിട്ട് പോയി കഴിഞ്ഞിട്ട് നിങ്ങൾ പിന്നെ മിക്സിങ് ആയിരിക്കും, അയ്യോ ഇതിനകത്തൊരു പ്രശ്നമുണ്ടല്ലോ, ലിപ്പിൻ്റെ ഒച്ച കയറിയിട്ടുണ്ട്, ബാക്കിൽ വേറെ സൗണ്ട് കയറിയിട്ടുണ്ട്, അതൊരിക്കലും നിങ്ങൾക്ക് ശരിയാക്കാൻ പറ്റില്ല. അപ്പോൾ എപ്പോഴും ആർട്ടിസ്റ്റ് ഉള്ള സമയത്ത് തന്നെ ചെക്ക് ചെയ്യുക, ക്ലാരിറ്റിയിൽ ചെക്ക് ചെയ്യുക, ക്ലാരിറ്റി ഉണ്ടോ, ലെവൽ ഓക്കെ ആണോ, അതൊക്കെ ഓക്കെ നോക്കിയിട്ട് മാത്രമേ അടുത്തേക്ക് പോവാം. അപ്പോൾ അങ്ങനെ വേണം എപ്പോഴും റെക്കോർഡിങ് ചെയ്യാം. അപ്പോൾ ഗെറ്റ് ഇറ്റ് റൈറ്റ് അറ്റ് ദ സോഴ്സ്, ആ സോഴ്സ് പോയിന്റിൽ തന്നെ ശരിയാക്കാം. രണ്ടാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് പ്രിപ്പയർ യുവർ പ്രോജക്റ്റ് ബിഫോർ യു സ്റ്റാർട്ട് മിക്സിങ്. അത് എനിക്ക് വന്നേക്കണ ഏറ്റവും വലിയ തെറ്റാണ്. ഞാൻ ഒരു 5 വർഷം മുമ്പ് നോക്കി കഴിഞ്ഞാൽ ഒരുപാട് ടൈം ആ ഒരു പ്രോജക്റ്റ്, ഒരു 50-60 ട്രാക്കിന് പ്രോജക്റ്റ് കിട്ടുമ്പോൾ തന്നെ ഞാൻ സ്റ്റാർട്ടിങ് തന്നെ ഇങ്ങനെ ലെവൽ ചെയ്യാൻ തുടങ്ങും, ഹിക്യൂ ചെയ്യാൻ തുടങ്ങും. അങ്ങനെ ഒരിക്കലും ചെയ്യരുത്. ഏറ്റവും ഫസ്റ്റ് നിങ്ങളൊരു പ്രോജക്റ്റ് നിങ്ങളുടെ കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ ഏറ്റവും ഫസ്റ്റ് ചെയ്യേണ്ട കാര്യം എന്ന് വെച്ചാൽ ആ പ്രോജക്റ്റ് ഒന്ന് ലേബിൾ ചെയ്യുക, ആ പ്രോജക്റ്റിൻ്റെ പേര് മാറ്റുക, ഓരോരോ ട്രാക്സിൻ്റെ പേര് മാറ്റുക, ഓരോ ട്രാക്കിൻ്റെ പേര് മാറ്റുക. ഗിറ്റാർ ആണെങ്കിൽ ചിലപ്പോൾ 1, 2, 3, 4 ആയിരിക്കും ചിലപ്പോൾ ആ ക്ലയൻറ്റ് നിങ്ങൾക്ക് ഇട്ട് തരാം. പക്ഷേ അത് മാറ്റിയിട്ട് ഗിറ്റാർ 1 അല്ലെങ്കിൽ ഗിറ്റാർ ലെഫ്റ്റ്, അക്യൂസ്റ്റിക് ഗിറ്റാർ, ഇലക്ട്രിക് ഗിറ്റാർ, ഫീമെയിൽ വോയിസ്, ആളുടെ പേരാണെങ്കിൽ പേരിടാൻ വേണമെങ്കിൽ, ബാക്കിംഗ് വോയിസ്, ഡ്രംസ്, ഹൈ ഹാറ്റ്, കിക്ക്, ബേസ്, അങ്ങനെ എല്ലാം കറക്റ്റായിട്ട് ലേബിൾ ചെയ്യാം, നെയിം ഇടാം. അതുപോലെ എല്ലാത്തിനെയും നിങ്ങൾക്ക് കളർ ചേഞ്ച് ചെയ്യാം. അപ്പോൾ ഡ്രംസിൻ്റെ എല്ലാം ഇപ്പോൾ ഡ്രമ്മിൽ തന്നെ ഒരു 8-10 ട്രാക്ക് ചിലപ്പോൾ ഉണ്ടാവാം. അപ്പം അങ്ങനെ വരുമ്പോൾ അതെല്ലാം ഒരു കളറാക്കുക, ഗിറ്റാർ ഒരു കളറാക്കുക, അതിനെ ഗ്രൂപ്പ് ചെയ്യുക. അപ്പം അങ്ങനെ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഒരുപാട് ടൈം ഈ മിക്സിങ് സമയത്ത് നിങ്ങൾക്ക് ലാഭിക്കാം. മിക്സിങ് നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഈ ലെവലിംഗ് ഒക്കെ സെറ്റ് ചെയ്യാൻ തുടങ്ങുമ്പോൾ നിങ്ങൾക്ക് ഒരുപാട് സമയം ലാഭിക്കാൻ പറ്റും. കാരണം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഞാൻ അത് ഫസ്റ്റ് പ്രോജക്റ്റ് കിട്ടുമ്പോൾ തന്നെ ഞാൻ തുടക്കം തന്നെ ഇങ്ങനെ ഒന്നും മാറ്റാണ്ട് തന്നെ ചെയ്യായിരുന്നു. കുറച്ചുകൂടി കഴിയുമ്പോൾ അത് കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആകുമ്പോഴേക്ക് ഞാൻ ചിലപ്പോൾ ഗിറ്റാർ ആയിരിക്കും ഉദ്ദേശിക്കുന്നത്, ചിലപ്പോൾ ഞാൻ ആ ഫീഡർ ഒന്ന് മുകളിലേക്ക് പുഷ് ചെയ്യുമ്പോൾ ചിലപ്പോൾ വേറെ ഇൻസ്ട്രുമെൻ്റ് ആയിരിക്കും ചിലപ്പോൾ കയറി വരാം. അപ്പോൾ അതുകൊണ്ട് ഒരുപാട് പ്രശ്നം. ഇപ്പോൾ ഒരു 5-6 ട്രാക്കൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് ഈസിയാണ്. പക്ഷേ നിങ്ങൾ കുറച്ചുകൂടി പ്രൊഫഷണൽ ആവും, നിങ്ങൾ കുറച്ചുകൂടി വർക്ക് ചെയ്യാൻ തുടങ്ങുമ്പോൾ ചിലപ്പോൾ 10, 50, 80 ഇനിയിപ്പോൾ എനിക്ക് കിട്ടുന്ന പ്രോജക്ട്സ് മിനിമം 50-60 ട്രാക്സ് വരാറുണ്ട്. 80 ട്രാക്സ് 85 ട്രാക്സിന് വരെ പ്രോജക്ട്സ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഒരിക്കലും എന്താ പറയുക, ഈ ലേബിൾ ചെയ്യാണ്ട്, നെയിമിങ് ചെയ്യാണ്ട്, കളർ ചെയ്യാണ്ട് എനിക്ക് ചിന്തിക്കാൻ പോലും പറ്റില്ല. കാരണം എനിക്കറിയാം ഒരുപാട് ടൈം വേസ്റ്റ് ആവും. നമ്മൾ ചെയ്യുന്നത് എല്ലാം ശരിയാക്കി വെച്ചിട്ടുണ്ടാവും, ചിലപ്പോൾ ആ ഒരു തെറ്റായ ഒരു ഫേഡർ പൊക്കി കഴിഞ്ഞാൽ ചിലപ്പോൾ ആ മൊത്തം ബാലൻസ് പോകും, പിന്നെ നമ്മളത് തിരിച്ച് ചെയ്യേണ്ടി വരും. അപ്പോൾ എപ്പോഴും ലേബിൾ ചെയ്യുക, ഗ്രൂപ്പ് ആക്കുക. അപ്പോൾ ഡ്രംസിൻ്റെ ചിലപ്പോൾ എല്ലാം പല പല സ്ഥലത്തായിരിക്കും കിടക്കുക, അതിനെല്ലാം ഡ്രംസ് ഒപ്പാക്കുക, അതിനൊരു കളറാക്കുക. ഗിറ്റാർ എല്ലാം പിടിച്ച് ഒപ്പം ഇടുക, അതൊന്ന് കളറാക്കുക.
വോക്കൽസിനെ എല്ലാം പിടിച്ച് ഒപ്പാക്കുക, കളറാക്കുക. അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം ഈ കളർ വോക്കൽസിൻ്റെയാണ്, ഈ കളർ ഗിറ്റാറിൻ്റെയാണ്. അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ വളരെ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാൻ പറ്റും. ഒരാൾ കാണുമ്പോൾ തന്നെ അറിയാം നീറ്റ് പ്രോജക്റ്റാണ്. നിങ്ങൾ ഇനി എന്നെടുത്ത് നോക്കിയാലും നിങ്ങൾക്ക് അത് പ്രോജക്റ്റിൽ നിങ്ങൾക്ക് മാറ്റം ഈസിലി വരുത്താൻ പറ്റും. ആ ഒരു എപ്പോഴും ഈ ടിപ്പ് ഓർത്ത് വെക്കുക. എപ്പോഴും പ്രിപ്പയർ ചെയ്യുക പ്രോജക്റ്റ്. ഇപ്പോൾ 5 മണിക്കൂറത്തെ പ്രോജക്റ്റ് മിക്സിങ് ടൈം ആണെങ്കിൽ നിങ്ങൾക്ക് എനിക്കൊരു പ്രോജക്റ്റ് ഞാൻ മിനിമം ഒരു 2 hours അല്ലെങ്കിൽ 3 hours ഞാൻ ഈ ഒരു സംഭവം ചെയ്യാൻ വേണ്ടിയാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. ബാക്കി എനിക്ക് 1 hour മതി മിക്സിങ് ചെയ്യാൻ, അല്ലെങ്കിൽ 1.5 hours 2 hours മാക്സിമം മതി മിക്സിങ് ചെയ്യാൻ. ബാക്കി 2 മണിക്കൂർ 3 മണിക്കൂർ ഞാൻ യൂസ് ചെയ്യണ ഈ ഒരു ലേബിളിങ്ങിനും ഈ പേര് സെറ്റ് ചെയ്യാനും അതിനെ ഈ പറഞ്ഞ പോലെ വേറെ ഈ ഫേഡ് തുടർന്നേക്കാൾ മുമ്പത്തെ കാര്യം ഞാൻ പറയണം. ഒരു പ്രോജക്റ്റ് കിട്ടിക്കഴിഞ്ഞാൽ ഫസ്റ്റ് ചെയ്യണ കാര്യം ഞാൻ പറയണം. അപ്പോൾ ഇങ്ങനത്തെ കാര്യം ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരുപാട് ടൈം സേവ് ചെയ്യാൻ പറ്റും. ഭയങ്കര ഈസി ആയിരിക്കും, ഈസിലി ചെയ്യാൻ പറ്റും, ടെൻഷൻ വരില്ല നിങ്ങൾക്ക്. അതുകൊണ്ട് ഇതെപ്പോഴും ശ്രദ്ധിച്ചു വയ്ക്കുക. മൂന്നാമത്തെ ഒരു പോയിന്റ് എന്ന് പറയുന്നത് ഗെയിൻ സ്റ്റേജിങ്. ഞാൻ നേരത്തെ വീഡിയോയിൽ പറഞ്ഞ ഗെയിൻ സ്റ്റേജിങ് എന്ന് പറയുന്നത് വേറെ ഒന്നുമല്ല, നിങ്ങൾ റെക്കോർഡിങ് ചെയ്യുമ്പോഴും അതുപോലെ അല്ലെങ്കിൽ നിങ്ങൾക്കൊരു ഒരു കസ്റ്റമർ നിങ്ങൾക്ക് പ്രോജക്റ്റ് തന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ അതിനകത്ത് ഒരുപാട് ട്രാക്സിൻ്റെ ലെവൽ ചിലപ്പോൾ വേറെ ആയിരിക്കും. ലെവൽ ചിലപ്പോൾ വളരെ കുറവായിരിക്കും. ചില ഗിറ്റാറിൻ്റെ ലെവൽ ചിലപ്പോൾ വളരെ കൂടി കിടക്കായിരിക്കും, വോക്കലിൻ്റെ ലെവൽ ഒട്ടും ഉണ്ടാവില്ല. അപ്പം അങ്ങനെ ഒരു സിറ്റുവേഷനിൽ ഒരിക്കലും നിങ്ങൾ ഫേഡർ പിടിച്ച് ഇങ്ങനെ മുകളിലേക്ക് താഴേക്ക് ചെയ്യരുത്. ആ ഒരു ട്രാക്കിൻ്റെ ആ ഒരു ഓഡിയോ ക്ലിപ്പിൻ്റെ ലെവൽ കൂട്ടുക. ആ ഒരു ഓഡിയോ ക്ലിപ്പിൻ്റെ ലെവൽ കൂട്ടുക. അല്ലെങ്കിൽ മൊത്തം ട്രാക്കിൻ്റെ ലെവൽ കുറവാണെങ്കിൽ ഫേഡർ തൊടുന്നേക്കാൾ മുമ്പ് തന്നെ അതിലൊരു പ്ലഗിൻ ഇട്ടിട്ട് അതിനെ ലെവലൊന്നും ബൂസ്റ്റ് ചെയ്യുക. ഫേഡർ എന്ന് പറയുന്നത് അവസാനം മാത്രമേ തൊടാവൂ. അതിന് മുമ്പ് ഏകദേശം എല്ലാം ട്രാക്കിൻ്റെ ലെവൽ ഒരുപോലെ ആയിരിക്കണം. അത് എപ്പോഴും ശ്രദ്ധിക്കുക. അതിനാണ് നമ്മൾ ഗെയിൻ സ്റ്റേജിങ് എന്ന് പറയുന്നത്. ആ ഒരു ഫേഡ് ടച്ച് ചെയ്യുന്നതിനേക്കാൾ മുമ്പ് തന്നെ വന്നേക്കുന്ന ട്രാക്കിൻ്റെ ലെവൽസ് എല്ലാം ഒരു ലെവലായി, ഏകദേശം ഒരു ലെവലായിരിക്കണം. അങ്ങനെ ചെയ്യുന്നതിൻ്റെ ഒരു ഗുണം എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ നിങ്ങൾക്ക് കിട്ടിയ ട്രാക്കിനകത്ത് ചിലപ്പോൾ ഗിറ്റാർ ലെവൽ ഒരെണ്ണം വളരെ കൂടുതലായിരുന്നു, ഒരെണ്ണം വോയിസ് വളരെ കുറവാണെങ്കിൽ നിങ്ങൾ ഈ ഫേഡർ പിടിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ചെയ്യുമ്പോൾ ഈ വോയിസിനെ ലെവൽ കൂട്ടാൻ വേണ്ടി ചിലപ്പോൾ ഈ ഫേഡ് നിങ്ങൾ അറ്റം വരെ കൊണ്ടുപോകേണ്ടി വരും. അത് കഴിഞ്ഞിട്ട് പിന്നെ നിങ്ങൾക്ക് ഒന്നും ചെയ്യാനും പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് ആ ഫേഡ് ടച്ച് ചെയ്യുന്നതിനേക്കാൾ മുമ്പ് തന്നെ നിങ്ങൾ ആ ഒരു ക്ലിപ്പിൻ്റെ ഗെയിൻ ഒന്ന് കൂട്ടി വെച്ച് കഴിഞ്ഞാൽ ഈ ഫേഡർ ഈ ഗിറ്റാറും ഈ വോയിസ് തമ്മിൽ വലിയ വേരിയേഷൻ വരില്ല നമ്മളത് ഫേഡ് ടച്ച് ചെയ്യുമ്പോൾ. അല്ലെങ്കിൽ മറിച്ചായിരുന്നെങ്കിൽ നമ്മൾ ചിലപ്പോൾ ഇത് വോയിസും ഇത് ഗിറ്റാർ ആണെങ്കിൽ ഗിറ്റാർ കൂടുതലായിരുന്നു, അപ്പോൾ നമ്മൾ ഗിറ്റാർ ശരിക്കും താത്തേണ്ടി വരും. ഈ വോയിസ് കുറവായിരുന്നു, നമ്മൾ ഈ ഒരു സിറ്റുവേഷനിൽ നിൽക്കും ഫേഡർ നമ്മൾ ഗെയിൻ സ്റ്റേജിങ് കറക്റ്റായിട്ട് ചെയ്തില്ലെങ്കിൽ. മറിച്ച് നമ്മൾ ഗെയിൻ സ്റ്റേജിങ് പെർഫെക്റ്റ് ആയിട്ട് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ ഇത്ര ഡിഫറൻസ് മതിയായിരിക്കും ആ ഒരു ഫീൽഡിൽ. അത് ഞാൻ ഇനി വീഡിയോയിൽ വരും. ആ ഒരു പ്രോജക്റ്റ് നമ്മൾ ചെയ്യുമ്പോൾ ഞാൻ കറക്റ്റായിട്ട് ഞാൻ കാണിച്ചു തരാം ഞാൻ എന്താ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇത് ഓർത്ത് വയ്ക്കുക. ഓരോരോ ട്രാക്കിൻ്റെ ലെവൽ ഫേഡ് ടച്ച് ചെയ്യുന്നതിനേക്കാൾ മുമ്പ്, ഫേഡർ എന്ന് പറയുന്നത് ആ ഒരു മിക്സർ പോലെ ഇരിക്കുന്ന സാധനമാണ്, അത് ടച്ച് ചെയ്യുന്നതിനേക്കാൾ മുമ്പ് തന്നെ എല്ലാ ക്ലിപ്സിൻ്റെ ലെവൽ ഏകദേശം സെയിം ലെവലാക്കി വെക്കുക. അതാണ് അതിൻ്റെ ഗെയിൻ സ്റ്റേജിങ് എന്ന് പറയുന്നത്. നാലാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് ബാലൻസ് ഇറ്റ് റൈറ്റ് ഫസ്റ്റ്. അപ്പോൾ അതിൻ്റെ ഒരു സംഭവം എന്ന് പറയുന്നത് വോല്യൂം. അതിന് വോല്യൂം ഈ ഗെയിൻ സ്റ്റേജിങ് ആയിട്ട് തന്നെ ബന്ധമാണ്. വോല്യൂം സെറ്റ് ചെയ്യുക ഫസ്റ്റ്, ഏറ്റവും ഫസ്റ്റ് സെറ്റ് ചെയ്യുക. ഒരു പാനിങ്ങോ ഒരു എഫക്റ്റോ ഒരു ഈക്യോ കംപ്രഷനോ DSL ഇടുന്നേക്കാൾ മുമ്പ് ആ ഒരു ട്രാക്സിൻ്റെ ലെവൽ സെറ്റ് ചെയ്യുക. വോയിസ് എവിടെയാണ് വേണ്ടത്, ഗിറ്റാർ എവിടെയാണ് വേണ്ടത്, ഡ്രംസ് എവിടെയാണ് വേണ്ടത്, പിയാനോ എവിടെയാണ് വേണ്ടത്, അതെല്ലാം ഫസ്റ്റ് സെറ്റ് ചെയ്യുക. ഫേഡ് ടച്ച് ചെയ്ത് ഫേഡർ അനക്കിയിട്ട് അതിനെ ഫസ്റ്റ് ബാലൻസ് ചെയ്യുക. ഒരു EQ ഇടുന്നേക്കാൾ മുമ്പ് ഒരു ഗിറ്റാറിൽ അല്ലെങ്കിൽ ഒരു ഡ്രംസിൽ അല്ലെങ്കിൽ ഒരു കംപ്രഷൻ ഇടുന്നേക്കാൾ മുമ്പ് അല്ലെങ്കിൽ എഫക്ട്സ് ഇടുന്നേക്കാൾ മുമ്പ് ഏറ്റവും ഫസ്റ്റ് നിങ്ങൾക്ക് കിട്ടുന്ന പ്രോജക്റ്റ് ഗെയിൻ സ്റ്റേജ് ചെയ്യുക. ഇത് എല്ലാം ഓർഡറിലാണ് പോകണം. അപ്പോൾ ഗെയിൻ സ്റ്റേജ് ചെയ്ത് കഴിഞ്ഞിട്ട് നിങ്ങൾ ആ ഫേഡർ വെച്ചിട്ട് ആ പാർട്ടിനൊന്ന് ബാലൻസ് ആക്കുക. നിങ്ങൾ കേൾക്കുമ്പോൾ ഒരു എഫക്റ്റ് ഇല്ലാണ്ട് ഒരു EQ ഇല്ലാണ്ട് നിങ്ങൾ കേൾക്കുമ്പോൾ ഇത് ഓക്കെയാണ്. പാനിങ് ഒന്നും ചെയ്യരുത്, പാനിങ് ഒന്നും ചെയ്യാൻ നിൽക്കരുത്. അത് പാനിങ് ചെയ്യാണ്ട് തന്നെ ആ ഫേഡർ വെച്ചിട്ട് ആ മിക്സറിൽ ഇരിക്കുന്ന ഫേഡർ വെച്ചിട്ട് നിങ്ങൾ അതിനെ ലെവൽ പെർഫെക്റ്റ് ആക്കുക. കേൾക്കുമ്പോൾ തന്നെ ഇത് ഓക്കെയാണ്. അത് കഴിഞ്ഞാൽ മാത്രമേ നിങ്ങൾ EQ കംപ്രഷൻ ടച്ച് ചെയ്യാവൂ. അപ്പം ആ ഓവറോൾ ബാലൻസ് ഒന്ന് പെർഫെക്റ്റ് ആക്കുക. അതാണ് നമ്മുടെ നാലാമത്തെ പോയിന്റ് എന്ന് പറയുന്നത്. പിന്നെ ലൂപ്പ് ദ ലൗഡസ്റ്റ് സെക്ഷൻ. ഇതെന്ന് പറയുന്നത് നമ്മളൊരു പാട്ട് പ്ലേ ചെയ്യുമ്പോൾ ചിലപ്പോൾ തുടക്കത്തെ പോർഷനിൽ ഒന്നും ഉണ്ടാവില്ല, ചിലപ്പോൾ ഒരു പിയാനോ മാത്രമേ ഉണ്ടാവുള്ളൂ. ആ ഒരു പോർഷനിൽ വെച്ചിട്ട് നിങ്ങൾ ഒരിക്കലും ബാലൻസ് ചെയ്യരുത്. ബാലൻസ് ചെയ്യുന്നത് എപ്പോഴും ഏറ്റവും കൂടുതൽ ഇൻസ്ട്രുമെന്റ്സ് പറഞ്ഞ പോർഷൻ അല്ലെങ്കിൽ ലൗഡസ്റ്റ് പോർഷൻ അല്ലെങ്കിൽ കോറസ്, ആ സമയത്തായിരിക്കും എല്ലാ ഇൻസ്ട്രുമെന്റ്സും കൂടി പ്ലേ ആവുക. ചില സ്ഥലത്ത് ഗിറ്റാർ ചിലപ്പോൾ പ്ലേ ആവില്ല, ചില സ്ഥലത്ത് പിയാനോ പ്ലേ ആവില്ല, പക്ഷേ ഏകദേശം കോറസ് ഭാഗത്ത് എല്ലാ ഇൻസ്ട്രുമെന്റ്സും ഒപ്പം വരും. അപ്പം ആ ഒരു പോർഷൻ
ലൂപ്പ് ആക്കിയിട്ട് ആ ഒരു പോർഷൻ റിപ്പീറ്റ് അടിച്ച് പ്ലേ ചെയ്തുകൊണ്ട് എന്നിട്ട് തന്നെ വേണം ബാലൻസ് ചെയ്യാൻ. ഒരിക്കലും തുടക്കം തൊട്ട് ബാലൻസ് ചെയ്യാൻ നിൽക്കരുത്. ആ ഒരു ഒന്നുമില്ലാത്ത ഒരു ഇൻസ്ട്രുമെന്റ് ഇല്ലാത്ത പോർഷൻ എടുത്ത് ബാലൻസ് ചെയ്യരുത്. എല്ലാം ഇൻസ്ട്രുമെന്റ്സ് കൂടി വരുന്ന പോർഷൻ ഫസ്റ്റ് വെച്ചിട്ട് ബാലൻസ് ചെയ്യാം, ബാക്കിയൊക്കെ അതിനനുസരിച്ച് സെറ്റ് ചെയ്യാം. ഇപ്പം നിങ്ങൾ ഏറ്റവും കൂടുതൽ വരുന്ന ഇൻസ്ട്രുമെന്റ്സ് ചിലപ്പോൾ കോറസ് ആയിരിക്കും, അപ്പോൾ കോറസിന്റെ പോർഷൻ ലൂപ്പ് ചെയ്തിട്ട് പ്ലേ ചെയ്യുക, ബാലൻസ് ചെയ്യുക. വോക്കൽ എവിടെയാണ് വേണ്ടത്, ഗിറ്റാർ എവിടെ വേണ്ടത്, പിയാനോ എവിടെ വേണ്ടത്, അത് സെറ്റാക്കി കഴിഞ്ഞാൽ ആ ഒരു പോർഷനിൽ വരാത്ത ഇൻസ്ട്രുമെന്റ്സ് ഉണ്ടെങ്കിൽ ഈ ഒരു പോർഷന്റെ റെലവൻസിൽ വേണം അതിനെ ലെവലൊന്ന് സെറ്റ് ചെയ്യാൻ. നിങ്ങൾ തുടക്കം തന്നെ ഈ ഒന്നുമില്ലാത്ത സ്ഥലത്ത് ഈ കുഞ്ഞു സാധനത്തിനെ പിടിച്ച് പൊക്കി കഴിഞ്ഞാൽ കോറസ് വരുമ്പോഴേക്കും എല്ലാം കൂടി ഓവറാവും. അതാണ് നമ്മുടെ അടുത്ത പോയിന്റ്. ഫോക്കസ് ഓൺ ദ കീ എലിമെന്റ്സ്. എപ്പോഴും കീ എലിമെന്റ്സ്, ഒരു സോങ്ങിന്റെ ഏറ്റവും മെയിൻ ആയിട്ട് എലിമെന്റ് എന്ന് പറയുന്നത് അതിന്റെ വോയിസ് ആണ്. അതിന്റെ വോയിസ്, അതിന് പിയാനോ, ഡ്രംസ്, ഗിറ്റാർ, ബേസ്, ഇതൊക്കെ മെയിൻ ആയിട്ടുള്ള ഇൻസ്ട്രുമെന്റ്സ് ആണ്. ഇതിൽ കൂടുതൽ ശ്രദ്ധ നിങ്ങളുടെ നിങ്ങൾ മിക്സിങ്ങിന്റെ ടൈമിൽ കൂടുതൽ കാര്യം ശ്രദ്ധിക്കേണ്ടത് നിങ്ങൾ വോക്കൽസ്. ഏറ്റവും മെയിൻ ആയിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് വോക്കൽസ് ആണ് ഫസ്റ്റ് പണിയാണ്. വോക്കൽസ് ക്ലീൻ ആക്കുക. അതിന്റെ ഗിറ്റാർ ഏറ്റവും കൂടുതൽ ഒരു പാട്ട് കേട്ട് കഴിഞ്ഞാൽ ഫസ്റ്റ് ശ്രദ്ധിക്കുന്ന കാര്യം വോക്കൽസ് ആണ്. അത് തന്നെയാണ് ബാക്കി ഇൻസ്ട്രുമെന്റ്സ്. അപ്പം ബാക്കി ഇൻസ്ട്രുമെന്റ്സ് തന്നെ ബേസ്, ഗിറ്റാർ, ഡ്രംസ്, ഇതൊക്കെയാണ് ഏറ്റവും കൂടുതൽ കേൾക്കാവുന്ന ആള്. അതേ ആൾക്കാർക്ക് മനസ്സിലാവുള്ളൂ. അപ്പം അങ്ങനത്തെ കാര്യം ഫസ്റ്റ് കൂടുതൽ നിങ്ങളുടെ ശ്രദ്ധ അതിൽ കൊടുക്കുക. അല്ലാണ്ട് ഇപ്പോൾ ചിലപ്പോൾ ഒരു കിളിയുടെ വെച്ചായിരിക്കും ബാക്കിൽ കിടക്കുന്നത്, അല്ലെങ്കിൽ ഒരു എയറിന്റെ വെച്ചായിരിക്കും. അതൊരിക്കലും നിങ്ങൾ ഒരുപാട് സമയം എടുത്ത് അതിനെ EQ ചെയ്യാനോ അതിനെ കംപ്രഷൻ നോക്കരുത്. ഫസ്റ്റ് എപ്പോഴും മെയിൻ ആയിട്ടുള്ള ഇൻസ്ട്രുമെന്റ്സിനെ പ്രോസസ്സ് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് മാത്രമേ അങ്ങനത്തെ ചെറിയ കാര്യങ്ങളെ കുറിച്ച് ചിന്തിക്കേണ്ട ആവശ്യമുള്ളൂ. പിന്നെ ഏറ്റവും മെയിൻ പോയിന്റ് എന്ന് പറയുന്നത് സോളോ ഓൺലി ഫോർ ഡീറ്റെയിൽസ്, ലുക്ക് അറ്റ് ദ ബിഗ് പിക്ചർ. ഇത് എനിക്ക് വന്ന ഒരു ഇഷ്യൂ ആണ്. അത് ഞാൻ തന്നെ നോട്ട് ചെയ്ത് വെച്ചാണ്. സംഭവം ഒരു ഭയങ്കര സിമ്പിൾ ആയിട്ടുള്ള സംഭവമാണ്, പക്ഷെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾ സോങ് മിക്സ് ചെയ്യുമ്പോൾ ഒരിക്കലും ഓരോ ഇൻസ്ട്രുമെന്റ് സോളോ അടിച്ചത് EQ ചെയ്യുക, കംപ്രഷൻ്റെ അങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യരുത്. എപ്പോഴും നിങ്ങൾ ആ ഒരു ഫുൾ സോങ്ങിന്റെ റെലവൻസിൽ മാത്രമേ ഫുൾ സോങ്ങിന്റെ റെഫറൻസ് വെച്ചിട്ട് മാത്രമേ നിങ്ങൾ ഓരോരോ ഇൻസ്ട്രുമെന്റ് EQ കൊടുക്കാവൂ, കംപ്രഷൻ കൊടുക്കാവൂ. കാരണം അതിനൊരു പ്രശ്നം എന്ന് വെച്ചാൽ നിങ്ങൾ ഇതിനെ ഔട്ട് എടുത്തു കഴിഞ്ഞാൽ ഒരാൾ പോലും ഈ ഒരു ഇൻസ്ട്രുമെന്റ് സെപ്പറേറ്റ്ലി കേൾക്കാൻ പറ്റില്ല. ഒരാൾക്കും പോലും ഈ ഇൻസ്ട്രുമെന്റ് സെപ്പറേറ്റ് ആയിട്ട് കേൾക്കാൻ പറ്റില്ല. അല്ലെങ്കിൽ എനിക്ക് ഗിറ്റാർ മാത്രം കേട്ടാൽ മതി, അങ്ങനെ ഒരാൾക്കും ചെയ്യാൻ പറ്റില്ല. നിങ്ങൾക്ക് മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ. അതുകൊണ്ട് നിങ്ങൾ ഔട്ട് എടുക്കുമ്പോഴും അല്ലെങ്കിൽ മിക്സ് ചെയ്യുമ്പോഴും എപ്പോഴും ആ ഫുൾ സോങ് പ്ലേ ചെയ്തിട്ട് വേണം വോക്കൽ EQ ചെയ്യാൻ, വോക്കൽ കംപ്രഷൻ ചെയ്യാൻ. ആ ഒരു സോങ് ഫുൾ കേട്ടോണ്ടിരിക്കുക, അതിനിടയ്ക്ക് തന്നെ വേണം ഇത് ചെയ്യാൻ. വോയിസിന് കംപ്രഷൻ കൊടുക്കുക, ഈ ഗിറ്റാറിന് ക്ലാരിറ്റി കൂട്ടുക. അപ്പം നിങ്ങൾ ആ ഒരു ഫുൾ സോങ്ങിന്റെ ഉള്ളിൽ ഇപ്പം നിങ്ങൾ കേൾക്കുമ്പോൾ ആ ഫുൾ സോങ് കേട്ടോണ്ടിരിക്കുന്നുണ്ട്, വോക്കൽ കുറച്ച് ഡല്ലാണ്. അപ്പോൾ ആ കേട്ടോണ്ടിരിക്കുമ്പോൾ തന്നെ വോക്കൽ ഒരു EQ ഇടുക, വോക്കലിൽ ഒന്ന് ക്ലാരിറ്റി കൂട്ടുക. അപ്പം നിങ്ങൾക്ക് അറിയാം ഫുൾ സോങ്ങിന്റെ ഉള്ളിൽ കൂടെ ആ വോക്കൽ ഒന്ന് എടുത്ത് വന്നു മുകളിലേക്ക്. അതുപോലെ ഇപ്പോൾ ഗിറ്റാർ കുറവാണെങ്കിൽ അല്ലെങ്കിൽ ഗിറ്റാർ കുറച്ച് ഡല്ലായിട്ടിരിക്കുകയാണെങ്കിൽ ആ ഫുൾ സോങ് കേൾക്കുമ്പോൾ തന്നെ ഗിറ്റാറിന് ഒന്ന് ക്ലാരിറ്റി കൂട്ടി കൊടുക്കുക, അല്ലെങ്കിൽ കംപ്രഷൻ കൊടുക്കുക. അപ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാൻ പറ്റും ആ ഫുൾ സോങ്ങിൽ അത് കേൾക്കാൻ എങ്ങനെയാണ്. നിങ്ങളത് സോളോ ചെയ്ത് കേൾക്കുമ്പോൾ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ ചിലപ്പോൾ സോളോ ചെയ്യുമ്പോൾ അത് ഒറ്റയ്ക്ക് കേൾക്കാൻ പെർഫെക്റ്റ് ആയിരിക്കും, നല്ല രസമുണ്ട് വിചാരിക്കും നിങ്ങൾ. പക്ഷെ അത് എല്ലാ ഇൻസ്ട്രുമെന്റ്സും കൂടി ഒപ്പം വരുമ്പോൾ ഈ പറഞ്ഞ പോലെ ആ നിങ്ങൾ ചെയ്ത് വെച്ച സാധനം വേസ്റ്റ് ആയി പോകും. നിങ്ങൾ പിന്നെ മാറ്റം വരുത്തേണ്ടി വരും. അതിനേക്കാൾ ബെറ്റർ എപ്പോഴും ആ ഒരു ഫുൾ പിക്ചർ തന്നെ കാണാം. ആ ഫുൾ എന്താ പറയുക സോങ്, ആ ഒരു എല്ലാ ഇൻസ്ട്രുമെന്റ്സ് കൂടി വരുന്ന പോർഷൻ വെച്ചിട്ട് അതിനുള്ളിൽ തന്നെ അത് കേട്ടോണ്ടിരിക്കെ തന്നെ അതിന് EQ ചെയ്യുക, കംപ്രഷൻ ചെയ്യുക, വോയിസിന് ക്ലാരിറ്റി കൂട്ടുക. അങ്ങനെ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നിങ്ങൾക്കറിയാം ഇത് ഔട്ട് എടുത്താലും ഇങ്ങനെ ആയിരിക്കും നിങ്ങൾക്കറിയാം. കാരണം സോളോ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ അതിനെ എല്ലാം കൂടി കേൾക്കുമ്പോൾ ആ ചെയ്ത് വെച്ചതൊക്കെ പോകും. അതുകൊണ്ട് എപ്പോഴും അങ്ങനെ ചെയ്യാം. പിന്നെ ഒരു സംഭവം എന്ന് വെച്ചാൽ ആഡ് പ്ലഗിൻസ്. അടുത്ത പോയിന്റ് എന്ന് പറയുന്നത് ആഡ് പ്ലഗിൻസ് ഓൺലി ഇഫ് നീഡഡ്. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു പോയിന്റാണ്. അത് എനിക്ക് വന്ന ഒരു പ്രശ്നം കൂടിയാണ്. പണ്ട് നമ്മളൊരാൾ യൂട്യൂബിൽ നോക്കുമ്പോൾ നിങ്ങൾ ഒരുപാട് പ്ലഗിൻസ് വോയിസിലിടുന്നുണ്ട്, ഒരുപാട് പ്ലഗിൻസ് ഗിറ്റാറിലിടുന്നുണ്ട്, എനിക്ക് ഇടണം. ആ ഒരു തോന്നൽ നിങ്ങളുടെ മനസ്സിൽ നിന്ന് മാറ്റാം. ആവശ്യമുണ്ടെങ്കിൽ മാത്രമേ പ്ലഗിൻ ഇടാം. ഞാൻ നേരത്തെ വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ട്, ആവശ്യമുണ്ടോ പ്ലഗിൻ ഇടാം, ആവശ്യമില്ലെങ്കിൽ പ്ലഗിൻസ് ഇടേണ്ട ആവശ്യമില്ല. കാരണം ഇപ്പം നിങ്ങൾ റെക്കോർഡ് ചെയ്യുന്ന സംഭവം നിങ്ങൾക്കേ അറിയുള്ളൂ, നിങ്ങൾക്ക് മാത്രമേ കേൾക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഓൾറെഡി അത് ക്ലിയർ ആണ്, ഓൾറെഡി കേൾക്കാൻ നല്ല രസമുണ്ടെങ്കിൽ പ്ലഗിൻസ് ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല. നിങ്ങൾ യൂട്യൂബിൽ കാണുന്ന ആൾ ചിലപ്പോൾ വേറെ രീതിയിലായിരിക്കും റെക്കോർഡ് ചെയ്തത്, ചിലപ്പോൾ പുള്ളിക്ക് അതിന് ആവശ്യം ഉണ്ടാവും. പക്ഷെ നിങ്ങളുടെ റെക്കോർഡിങ് ചിലപ്പോൾ അതിന് ആവശ്യം ഉണ്ടാവില്ല. അപ്പം എപ്പോഴും നിങ്ങൾ കേട്ട് കേൾക്കുക, കാണാണ്ട് കേട്ട് കണ്ണടച്ച് കേൾക്കുക. അത് ആവശ്യമുണ്ടോ, പ്ലഗിൻ ഇടേണ്ട ആവശ്യമുണ്ടെങ്കിൽ മാത്രം ഇടാം. എപ്പോഴും ബൈപാസ് ചെയ്തും ചെക്ക് ചെയ്യുക. പ്ലഗിൻ നിങ്ങൾ ഇടുന്ന പ്ലഗിൻ അത് ആ ഒരു ഓഡിയോ ക്വാളിറ്റീനെ കൂട്ടാണോ അതോ കുറയ്ക്കുകയാണോ അതോ നശിപ്പിക്കുകയാണോ അത് ചെക്ക് ചെയ്യുക. എപ്പോഴും പ്ലഗിൻ ഓഫാക്കി ഓണാക്കി, ഞാൻ നേരത്തെ കംപ്രഷൻ അതുപോലെ EQ കാണിച്ച പോലെ
ഓഫാക്കി ഓണാക്കി നോക്കുക, അത് ഇടേണ്ട ആവശ്യമുണ്ടോ ഇല്ലയോ ചെക്ക് ചെയ്ത് നോക്കുക എപ്പോഴും. എന്നിട്ട് മാത്രമേ നിങ്ങൾ പ്ലഗിൻസ് ആഡ് ചെയ്യാവൂ. പിന്നെ അതാണ് ഞാൻ അടുത്ത പോയിന്റ് എന്ന് പറയുന്നത്, ചെക്ക് യുവർ മൂവ്, ബൈപ്പാസ് ചെയ്യുക. ഏത് പ്ലഗിൻ ഇട്ടാലും കണ്ണടയ്ക്കുക, 2-3 തവണ ഇങ്ങനെ ക്ലിക്ക് ചെയ്ത് വെക്കുക ഓഫ്. അപ്പം നിങ്ങൾക്ക് അറിയാണ്ടാവും അത് ഓൺ ആണോ ഓഫ് ആണെന്ന് തിരിച്ചറിയില്ല. പക്ഷെ കേട്ട് നോക്കുക, കേൾക്കുമ്പോൾ നിങ്ങൾക്ക് പിന്നെ ഒരു ക്ലിക്ക് കൊടുക്കുക, കേട്ട് നോക്കി ഒരു ക്ലാരിറ്റി കണ്ടു കഴിഞ്ഞാൽ ക്ലിക്ക് ചെയ്യുക. അപ്പം നിങ്ങൾക്ക് മനസ്സിലാവും എന്താണ് നല്ലത്, ക്ലിക്ക് ചെയ്യുമ്പോഴാണ് നല്ലത് അതോ ക്ലിക്ക് ചെയ്യാതിരിക്കുമ്പോഴാണ് നല്ലത്, നിങ്ങൾക്ക് ചെക്ക് ചെയ്യാൻ പറ്റും. അങ്ങനെ വന്ന് നിങ്ങൾ പ്ലഗിൻ മാത്രമേ ആഡ് ചെയ്യാവൂ. നിങ്ങൾ ഇത് ക്ലിക്ക് ചെയ്യുമ്പോൾ അപ്പോൾ പ്ലഗിൻ ഓൺ ആവുമ്പോൾ അത് മോശമാണെങ്കിൽ പ്ലഗിൻ ഡിലീറ്റ് ചെയ്യുക, പ്ലഗിൻ്റെ ആവശ്യമില്ല, അല്ലെങ്കിൽ വേറൊരു അപ്രോച്ച് യൂസ് ചെയ്യുക. അപ്പോൾ അതാണ് എപ്പോഴും പ്ലഗിൻ ഇടുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. പിന്നെ അടുത്ത പോയിന്റ് എന്ന് പറയുന്നത് മിക്സ് ഇൻ മോണോ. മിക്സ് ഇൻ മോണോയുടെ ഒരു ഗുണം എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ മോണോയിൽ എപ്പോഴും നിങ്ങൾ ചെക്ക് ചെയ്യണം നിങ്ങൾ എത്ര സ്റ്റീരിയോ. ഇപ്പോൾ നിങ്ങൾ പാനിങ് ചെയ്യും, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഗിറ്റാർ റൈറ്റ് ആക്കും, വേറെ ഗിറ്റാർ ലെഫ്റ്റ് ആക്കും, വോയിസുകൾ ചിലപ്പോൾ അവിടെ ഇവിടെയൊക്കെ ഇട്ടിടും, ഇൻസ്ട്രുമെന്റ്സ് പല സ്ഥലത്ത് പ്ലേസ് ചെയ്യും. അങ്ങനെ ചെയ്താൽ പോലും ഫേസിന് ഇഷ്യൂസ് വരാൻ ചാൻസ് ഉണ്ട്. നമ്മൾ 2 ഇൻസ്ട്രുമെന്റ് 2 സൈഡിലേക്ക് പോയി കഴിഞ്ഞാൽ അത് ഒപ്പം പ്ലേ ആവുമ്പോൾ ഫേസിന് ഇഷ്യൂസ് വരാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് എപ്പോഴും ഒരു പ്ലഗിൻ ഇടുക, മോണോ ചെക്ക് ചെയ്യാവുന്ന പ്ലഗിൻ എല്ലാം സോഫ്റ്റ്വെയറിൽ ഉണ്ടാവും, അല്ലെങ്കിൽ എവിടെയെങ്കിലും അതിന് ഓപ്ഷൻ ഉണ്ടാവും. മോണോ ഓൺ ആക്കുക, ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക നിങ്ങൾ ഈ ചെയ്തത് ഓക്കെ ആണോ. അപ്പോൾ എപ്പോഴും അറ്റ്ലീസ്റ്റ് ഇടയ്ക്ക് ചെക്ക് ചെയ്യുക, അല്ലെങ്കിൽ മോണോ ഓൺ ആക്കിയിട്ട് മിക്സ് ചെയ്യുക. അത് വളരെ നല്ലൊരു ട്രിക്കാണ് മോണോ. ഞാനിപ്പോഴും ചെയ്യുന്ന സംഭവം ഇതാണ്, ഞാനൊരു പ്രോജക്റ്റ് ഇട്ട് കഴിഞ്ഞാൽ ഞാൻ അതിനെ ഫസ്റ്റ് ഇടുന്ന പ്ലഗിൻ മോണോ പ്ലഗിൻ ആണ്. അത് മെയിൻ മാസ്റ്റർ ട്രാക്കിൽ ആ മോണോ പ്ലഗിൻ ഇട്ടിട്ട് ഞാൻ മോണോയിലായിരിക്കും മിക്സ് ചെയ്യാം. അതിനൊരു ഗുണം എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ മോണോയിൽ മിക്സ് ചെയ്ത് കേൾക്കാൻ നല്ല രസമുണ്ടെങ്കിൽ അത് എവിടെയോ നല്ലതായിരിക്കും. ഈ മൊബൈൽ ഫോണിൽ ഇങ്ങനെ പിടിച്ച ഒരാൾ കേട്ടാലും നല്ലതായിരിക്കും, ലാപ്ടോപ്പിൽ സ്പീക്കറിൽ നല്ലതായിരിക്കും, കാറിന് നല്ലതായിരിക്കും, കുഞ്ഞു ബ്ലൂടൂത്ത് സ്പീക്കേഴ്സിന് നല്ലതായിരിക്കും, പിന്നെ അതിന് സ്റ്റീരിയോ ആയിട്ട് ഒരാൾ കേട്ടാലും നല്ലതായിരിക്കും. പക്ഷേ എല്ലാം സ്റ്റീരിയോ ഔട്ട്പുട്ട് ഒരിക്കലും മോണോയിൽ നല്ലതാവണമെന്നില്ല. ചിലപ്പോൾ സ്റ്റീരിയോ 2 സ്പീക്കറിൽ കേൾക്കുമ്പോൾ ചിലപ്പോൾ പെർഫെക്റ്റ് ആയിരിക്കും, പക്ഷേ ഒരു കുഞ്ഞ് മൊബൈലിൽ വരുമ്പോഴോ അല്ലെങ്കിൽ കുഞ്ഞ് ബ്ലൂടൂത്ത് സ്പീക്കറിൽ വരുമ്പോൾ ചിലപ്പോൾ അത് ഫുൾ ക്ലാഷ് ആവും, ഓരോ ഇൻസ്ട്രുമെന്റ് തമ്മിൽ അടിയാവും, ഫേസിങ്ങിൻ്റെ ഇഷ്യൂസ് വരാം, ചിലപ്പോൾ വോയിസ് വേറെ ഇൻസ്ട്രുമെന്റിന്റെ ബാക്കിലായി പോകും. കാരണം ഓരോ ഇൻസ്ട്രുമെന്റ് ചിലപ്പോൾ പല സൈഡായിരിക്കും സ്റ്റീരിയോ ആയിട്ട് കേൾക്കുമ്പോൾ. ഇതെല്ലാം മോണോ ആവുമ്പോൾ ഇത് ഒറ്റ ലൈൻ ആവും. അപ്പോൾ ചിലപ്പോൾ വോക്കൽ ഫ്രണ്ടിൽ നിൽക്കുന്ന വോക്കൽ ചിലപ്പോൾ വേറൊരു ഇൻസ്ട്രുമെന്റിന്റെ ബാക്കിലാവും. സ്റ്റീരിയോ ആയിരുന്നപ്പോൾ വോക്കൽ സെന്റർ ആയിരുന്നു, ബാക്കി ഇൻസ്ട്രുമെന്റ് സൈഡായിരുന്നു. പക്ഷെ മോണോ ആയപ്പോൾ ഈ വോക്കൽ ചിലപ്പോൾ വേറെ ഇൻസ്ട്രുമെന്റിന്റെ ബാക്കായി പോകും. അതുകൊണ്ട് എപ്പോഴും മോണോയിൽ ചെക്ക് ചെയ്യാം. മോണോയിൽ ഓക്കെ ആണെങ്കിൽ പേടിക്കേണ്ട ആവശ്യമില്ല, അത് എവിടെയും ഓക്കെ ആയിരിക്കും. പക്ഷെ എപ്പോഴും ഓർത്ത് വെക്കുക, സ്റ്റീരിയോ ഓക്കെ ആണെങ്കിൽ മോണോ ഓക്കെ ആവണമെന്നില്ല. മോണോ എപ്പോഴും ചെക്ക് ചെയ്ത് നോക്കാം, മോണോ പ്ലഗിൻ ഇട്ട് തന്നെ ചെക്ക് ചെയ്ത് നോക്കാം. അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് മിക്സ് ചെയ്യാൻ പറ്റിയില്ലെങ്കിലും അറ്റ്ലീസ്റ്റ് മോണോ കമ്പാറ്റിബിലിറ്റി ചെക്ക് ചെയ്യാം. പിന്നെ അടുത്ത ഒരു മെയിൻ പോയിന്റ് എന്ന് പറയുന്നത് ചെക്ക് ഇൻ മൾട്ടിപ്പിൾ സ്പീക്കേഴ്സ് ഇൻ ഹെഡ്ഫോൺ. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ മോണോ പോലെ തന്നെ നിങ്ങൾ ഔട്ട് എടുത്തു കഴിഞ്ഞാൽ, ഒരു മാസ്റ്റർ ഔട്ട് എടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ കയ്യിലുള്ള എല്ലാ സ്പീക്കേഴ്സിലും അത് പ്ലേ ചെയ്ത് നോക്കുക. കാർ സ്പീക്കർ ആയിക്കോട്ടെ, ഫോണിൻ്റെ സ്പീക്കർ ആയിക്കോട്ടെ, ഹെഡ്ഫോൺ ആയിക്കോട്ടെ, ലാപ്ടോപ്പ് സ്പീക്കർ ആയിക്കോട്ടെ, TV ആയിക്കോട്ടെ, DVD പ്ലെയർ ആയിക്കോട്ടെ, ഹോം തിയേറ്റർ ആയിക്കോട്ടെ, എല്ലാത്തിലും ചെക്ക് ചെയ്യാം. അതിൻ്റെ എല്ലാത്തിനും ഒരു ആവറേജ് എടുക്കുക. ഒരിക്കലും ഒരെണ്ണത്തിൽ മോശമാണെന്ന് വിചാരിച്ച് അത് വെച്ച് ഒരിക്കലും മാറ്റം വരുത്തരുത്. നിങ്ങളുടെ എല്ലാത്തിലും ഇപ്പം നിങ്ങൾക്ക് വോക്കലിൽ നിങ്ങൾക്ക് കുറച്ച് ക്ലാരിറ്റി കുറവായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്, വേറെ സ്പീക്കേഴ്സിൽ പ്ലേ ചെയ്യുക. എല്ലാത്തിലും ആ ഒരു വോക്കലിൽ നിങ്ങൾക്ക് ക്ലാരിറ്റി കുറച്ചായിട്ട് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ പിന്നെ മാറ്റം വരുത്തുക. ഒരിക്കലും ഒരു സ്പീക്കറിൽ മോശമാണെന്ന് വിചാരിച്ച് പോയി മാറ്റം വരുത്തരുത്. എല്ലാം സ്പീക്കേഴ്സിൽ പ്ലേ ചെയ്യാൻ അതിനൊരു ആവറേജ് എടുക്കുക, എന്നിട്ട് ചെറിയ മാറ്റം വരുത്തുക. ഒരിക്കലും ഓവർ മാറ്റം വരുത്തരുത്, കാരണം അതൊക്കെ ലോ ക്വാളിറ്റി സ്പീക്കേഴ്സ് ആണ്. നിങ്ങൾ മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ നല്ല ഹെഡ്ഫോൺസ് ആയിരിക്കും, നല്ല സ്പീക്കേഴ്സ് ആയിരിക്കും. അപ്പോൾ അത് എപ്പോഴും ആവറേജ് എടുക്കുക. ഒരിക്കലും ഒരു ലോക്കൽ സ്പീക്കറിനെ വിശ്വസിച്ചിരിക്കരുത്. പക്ഷെ എല്ലാത്തിലും കേൾക്കുക. കാരണം സാധാരണ ജനങ്ങൾ എന്ന് പറയുന്നത് എപ്പോഴും ലോക്കൽ സ്പീക്കറിലായിരിക്കും കേൾക്കുക. അതുകൊണ്ടാണ് നമ്മൾ ആ കമ്പാറ്റിബിലിറ്റി ചെക്ക് ചെയ്യുന്നത്. അവരുടെ കയ്യിൽ ഒരിക്കലും ഈ പറഞ്ഞ പോലെ ഹൈ ക്വാളിറ്റി സ്പീക്കേഴ്സോ അല്ലെങ്കിൽ നല്ല ഹെഡ്ഫോൺസ് കാണണമെന്നില്ല, ചിലപ്പോൾ മൊബൈൽ ഇങ്ങനെ പിടിച്ചായിരിക്കും. അപ്പോൾ അതുകൊണ്ട് എല്ലാ സ്ഥലത്തും ചെക്ക് ചെയ്യാം. നിങ്ങൾക്ക് ഒരു ആവറേജ് മാത്രമേ എടുക്കാൻ പറ്റുള്ളൂ, ആവറേജ് മാത്രം എടുക്കുക. ഒരു സ്ഥലത്ത് മോശമാണെങ്കിൽ അത് വെച്ച് മാറ്റം വരുത്തരുത്. പിന്നെ അടുത്ത പോയിന്റ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു പോയിന്റ്, നിങ്ങളുടെ ഹെൽത്തിനെ കൂടി ബാധിക്കുന്ന പോയിന്റാണ്. എനിക്ക് വന്ന തെറ്റുമാണ്. എപ്പോഴും നിങ്ങൾ മിക്സ് ചെയ്തിരിക്കുമ്പോൾ ഒരു 15-20 മിനിറ്റ്സ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾ ഒരു 10 മിനിറ്റ്സ് അല്ലെങ്കിൽ 5 മിനിറ്റ്സിനെ ബ്രേക്ക് എടുക്കുക. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതിനൊരു ആവശ്യം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ഒരു സോങ് കേട്ടുകൊണ്ടിരിക്കുകയാണെങ്കിൽ നിങ്ങളുടെ ഇയർ ഫെറ്റീഗ് വരും. ഇയർ ഫെറ്റീഗ് എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ഇയർ ഡ്രമ്മിനെ രക്ഷപ്പെടുത്താൻ വേണ്ടി, അല്ലെങ്കിൽ തലവേദന വരാതിരിക്കാൻ, ഹെൽത്തിന് പ്രശ്നം വരാതിരിക്കാൻ വേണ്ടി ഒരുപാട് ഫ്രീക്വൻസീസ് കട്ട് ചെയ്യും, കേൾക്കാതിരിക്കും. അങ്ങനെ കേൾക്കാതിരിക്കുന്ന മെയിൻ റീസൺ വെച്ചാൽ നിങ്ങളുടെ ഹെൽത്തിനെ
അത് സേഫ് ചെയ്യുന്നതാണ്, സേഫ് ആക്കുന്നതാണ്. നിങ്ങളുടെ ബ്രെയിനിന് അത്ര ലോഡ് ആവാതിരിക്കാൻ വേണ്ടിയും അതുപോലെ ഇയർ ഫെറ്റീഗ് വരാതിരിക്കാൻ വേണ്ടി എന്ത് ചെയ്യുന്നത് വെച്ചാൽ ഈ ആവശ്യമില്ലാത്ത ഫ്രീക്വൻസീസ് ഒക്കെ കളയും. അപ്പോൾ ഈ ഒരു ഇയർ വെച്ചാൽ നിങ്ങൾ നിങ്ങളുടെ സോങ് ജഡ്ജ് ചെയ്യണമെങ്കിൽ പ്രശ്നം വരും. അതുകൊണ്ട് ഒരിക്കലും കണ്ടിന്യൂസ് ആയിട്ട് 3-4 hour റെസ്റ്റ് എടുക്കാണ്ട് ഒരിക്കലും ചെയ്യരുത്. മിനിമം ഒരു 20 minutes അല്ലെങ്കിൽ 30 minutes കഴിഞ്ഞാൽ ഒരു 10 minutes അല്ലെങ്കിൽ 5 minutes ബ്രേക്ക് എടുക്കുക. പാട്ടൊന്നും കേൾക്കാതിരിക്കുക, പോയി ചായ കുടിക്കുക, കോഫി കുടിക്കുക, പുറത്തൊന്നും നടക്കുക, പുറത്ത് നല്ല എയർ ബ്രീത്ത് ചെയ്യുക, അല്ലെങ്കിൽ ഒരു ഗ്യാപ്പ് എടുക്കുക. അതാണ് മെയിൻ അതിൻ്റെ ഉദ്ദേശം. നമ്മുടെ ഇയറിന് നമ്മൾ ഈ കേട്ടുകൊണ്ടിരിക്കുന്ന സാധനം എപ്പോഴും കേട്ടുകൊണ്ടിരിക്കാണ്ട് പുറത്ത് പോയി സൈലൻ്റ് ആയിട്ടൊന്നും ഇരിക്കുക, തിരിച്ചൊന്ന് ചെയ്യാം. നിങ്ങളൊന്ന് ചെയ്ത് നോക്കി, ഇത് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഹ്യൂജ് ഡിഫറൻസ് വരും. ഞാൻ എൻ്റെ എക്സ്പീരിയൻസ് പറയുകയാണെങ്കിൽ ഞങ്ങൾ പണ്ടൊക്കെ ഞങ്ങളുടെ ബാൻഡിൻ്റെ സോങ്സൊക്കെ മിക്സ് ചെയ്യുന്ന സമയത്ത് രാത്രി കുത്തിയിരുന്ന് രാത്രി ഒരു 4-5 മണിക്കൂർ ഉറക്കൊളിച്ച് മിക്സ് ചെയ്യും. അവസാനം പക്കയെന്ന് വിചാരിച്ച് കിടന്നുറങ്ങും. പിറ്റേ ദിവസം കാലത്തിരുന്ന് കേൾക്കുമ്പോൾ ഒരു കാശിന് കൊള്ളാണ്ടാവും. കാരണം നമ്മൾ ആ രാത്രി ചെയ്തതെന്ന് വെച്ചാൽ നമ്മുടെ ചെവി തീരെ ഡെഡായി, ചെവി തീരെ ടയർഡായി. ആ ഒരു ഇയറിലാണ് നമ്മൾ ആ ജഡ്ജ്മെൻ്റ് എല്ലാം ചെയ്തത്. പിറ്റേ ദിവസം കാലത്ത് ഫ്രഷ് ഇയറിൽ കേൾക്കുമ്പോൾ ആ തെറ്റുകളൊക്കെ ക്ലിയർ ആയിട്ട് കേൾക്കാൻ പറ്റും. പണ്ട് എൻ്റെ സിസ്റ്റത്തിൽ നമ്മൾ ഔട്ട് എടുത്തു കഴിഞ്ഞാൽ നമ്മളൊരു 10-15 ഔട്ട് ഉണ്ടാവും. മിക്സ് 1, ഫൈനൽ 1, ലേറ്റസ്റ്റ് 1, ന്യൂ ലേറ്റസ്റ്റ്, ഫൈനൽ ലേറ്റസ്റ്റ്. കാരണം ഓരോരോ ഔട്ട് എടുക്കുമ്പോൾ പിന്നെ പ്രശ്നമായിട്ട് ഫീൽ ചെയ്യും, പിന്നെ ഔട്ട് എടുക്കും, പിന്നെ പ്രശ്നമായിട്ട് ഫീൽ ചെയ്യും. ഇപ്പം എന്ന് വെച്ചാൽ ഇപ്പം എൻ്റെ സംബന്ധം വെച്ചാൽ നമ്മൾ ഏതൊരു പ്രോജക്റ്റ് ചെയ്താലും ഇന്നിപ്പോൾ പ്രോജക്റ്റ് തീരുന്ന നമ്മൾ ഔട്ട് എടുത്താൽ പോലും നമ്മൾ അതിനെ ഔട്ട് എടുക്കില്ല, ആ പ്രോജക്റ്റിൽ തന്നെ വെച്ചേക്കും. നമ്മളൊരു 2-3 days നമ്മൾ വേറെ പ്രോജക്റ്റിൽ വർക്ക് ചെയ്യും, അതിട്ട് തിരിച്ചു പോയിട്ട് അതിനെ ഔട്ട് എടുക്കും. അപ്പോൾ അങ്ങനെ എടുക്കുമ്പോൾ ഞങ്ങൾ ശ്രദ്ധിച്ചൊരു കാര്യം എന്ന് വെച്ചാൽ നമ്മുടെ സിസ്റ്റത്തിൽ ഔട്ടുകളുടെ എണ്ണം കുറഞ്ഞു. കാരണം നമ്മുടെ ജഡ്ജ്മെൻറ്റ് റൈറ്റ് ആയിരുന്നു. നമുക്ക് പിന്നെ നമ്മൾ 2-3 ദിവസം കഴിഞ്ഞിട്ട് തിരിച്ചു പോയി കാണുമ്പോൾ ചിലപ്പോൾ എന്തെങ്കിലും തെറ്റുകളുണ്ടാവും. നമ്മൾ ആ തെറ്റ് ആ പ്രോജക്റ്റിൽ തന്നെ നന്നാക്കും, എന്നിട്ട് ഔട്ട് എടുക്കില്ല. പിന്നെ ഒരു 1-2 ദിവസം ഗ്യാപ്പ് ഇടും, പിന്നെയും കേൾക്കും. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ഇത് വളരെ നല്ലൊരു ട്രിക്കാണ്. ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരിക്കലും ഒരുപാട് ഔട്ട് എടുക്കേണ്ടി വരില്ല. അതുപോലെ ഒരു തവണ നിങ്ങൾ ഒരു യൂട്യൂബിലേക്ക് കയറ്റി വിട്ട് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് തിരിച്ചെടുക്കാൻ പറ്റില്ല. അതുകൊണ്ട് ഒരു ഫൈനൽ നിങ്ങൾക്ക് തോന്നുക ഇനിയിപ്പോൾ ഒന്നും ചെയ്യാനില്ല, ആ ഒരു ഫൈനൽ ലെവൽ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് യൂട്യൂബിൽ കയറ്റാം. അപ്പോൾ നിങ്ങൾക്ക് യൂട്യൂബിൽ പിന്നെ നിങ്ങൾ കേൾക്കുമ്പോൾ അയ്യോ ഇത് മാറ്റം വരുത്തായിരുന്നല്ലോ, ഇനി തിരിച്ചെടുക്കണം എങ്ങനെയാണ്, അങ്ങനെ ഒരു ഫീലിംഗ് വരില്ല. എന്നാലും ഫീലിംഗ് വരും. അത് ഒരിക്കലും തീരാത്തൊരു സംഭവമാണ്. പക്ഷെ എന്നാൽ പോലും അത്ര ലെവലിൽ വരില്ല, അത്ര മോശം അയ്യോ ഇത് മോശമായി പോയല്ലോ ആ ഒരു ലെവലിലേക്ക് ഒരിക്കലും വരില്ല. അപ്പോൾ അത് എപ്പോഴും ശ്രദ്ധിക്കുക. ഒരു റെസ്റ്റ് എടുക്കുക, ആ റെസ്റ്റ് എടുത്ത് തന്നെ അല്ലെങ്കിൽ 1-2 ദിവസം ഗ്യാപ്പ് ഇട്ട് തന്നെ ചെയ്യുക. അത് ഏറ്റവും നല്ലൊരു ഐഡിയ ആണ്. പിന്നെ ഉള്ളത് റെഫറൻസ് ട്രാക്ക്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ഒരു സംഭവമാണ്. നിങ്ങൾ ഏതൊരു ട്രാക്ക് ചെയ്താലും ഇപ്പോൾ ഇൻഡസ്ട്രിയിൽ അല്ലെങ്കിൽ കമേഴ്ഷ്യലായിട്ട് കേൾക്കണേ നിങ്ങളുടെ ട്രാക്കായിട്ട് സാമ്യതയുള്ള നിങ്ങൾക്ക് ഇഷ്ടമുള്ളൊരു ട്രാക്ക്, ഈ പാട്ട് പോലെയാണ് ഞാൻ ചെയ്യണത്, ആ ഒരു തോന്നലുണ്ടെങ്കിൽ ആ ഒരു ട്രാക്കിൻ്റെ നല്ല ക്വാളിറ്റി ഔട്ട്പുട്ട് നിങ്ങളുടെ സിസ്റ്റത്തിൽ വെച്ചിട്ട് അതായിട്ട് എപ്പോഴും കമ്പയർ ചെയ്യുക. ലെവൽ വൈസ് ആയാലും കമ്പയർ ചെയ്യുക, EQ വൈസ് ആയാലും കമ്പയർ ചെയ്യുക. അതിൽ വോക്കൽ എവിടെയാണ് നിൽക്കണത്, അതിൽ ഗിറ്റാർ എവിടെ നിൽക്കണത്, അതിൽ ഈ ഡ്രംസ് എവിടെയാണ്, എന്ത് ലെവലിലാണ് നിൽക്കണത്, വോക്കലും ഗിറ്റാർ തമ്മിലുള്ള വ്യത്യാസം എന്താണ്, അതിനെ പാനിങ് എങ്ങനെ ചെയ്തേക്കണേ, അതെല്ലാം നിങ്ങൾക്ക് അതായിട്ട് കമ്പയർ ചെയ്ത് കോപ്പി അടിക്കാൻ പറ്റും. അതിന് ഒരു തെറ്റുമില്ല, അത് കോപ്പി അടിക്കാം. നിങ്ങൾ എങ്ങനെ കോപ്പി അടിച്ചാലും അത് ഡിറ്റോ കോപ്പി ആവില്ല. അതുകൊണ്ട് ആ രീതിയിൽ നിങ്ങൾക്ക് നന്നായിട്ട് പഠിക്കാൻ പറ്റും. പല ഹൈ ക്വാളിറ്റി സോങ്സിൻ്റെ കേൾക്കാം, നിങ്ങളുടെ സ്പീക്കേഴ്സിൽ കേൾക്കാം. അപ്പോൾ തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ സ്പീക്കേഴ്സിൻ്റെ ക്വാളിറ്റി മനസ്സിലാവും, സ്പീക്കർ എന്ത് ക്വാളിറ്റിയാണ് സ്പീക്കർ തരണേ. അപ്പോൾ അത് വെച്ച് നിങ്ങൾക്ക് നിങ്ങളുടെ പാട്ട് മിക്സ് ചെയ്യാൻ പറ്റും. എൻ്റെ സ്പീക്കറിൻ്റെ പ്രശ്നം ഇതാണ്, ഈ സ്പീക്കർ ഇങ്ങനെയാണ് കേൾക്കണേ, നല്ലൊരു സോങ്, അപ്പോൾ എൻ്റെ സോങ് ഇങ്ങനെ വേണം കേൾക്കാൻ. ആ രീതിയിൽ നിങ്ങൾക്ക് ജഡ്ജ് ചെയ്യാൻ പറ്റും. അപ്പോൾ എപ്പോഴും ഈ പറഞ്ഞ പോലെ നല്ല കമേഴ്ഷ്യലി ഹിറ്റായിട്ടുള്ള സോങ്സ്, നല്ല ക്വാളിറ്റി ആയിട്ട് ഫീൽ ചെയ്യുന്ന നിങ്ങളുടെ സോങ്ങായിട്ട് സാമ്യതയുള്ള സോങ്സ് എടുത്തിട്ട് അതിനെ കമ്പയർ ചെയ്തിട്ട് നിങ്ങളുടെ സോങ്ങിൽ ആ മാറ്റങ്ങൾ നിങ്ങൾക്ക് വരുത്താം, നോക്കാം. പക്ഷേ ഒരിക്കലും ഞാൻ ഇത് സജഷൻ പോലെ പറയണം, ഒരിക്കലും ഒരു സോങ്ങിനെ ഡിറ്റോ ലെവൽ എത്തിക്കാൻ നോക്കരുത്. ആ ലെവൽ നിങ്ങൾക്ക് ചിലപ്പോൾ എത്തിക്കാൻ പറ്റിയെന്ന് വരില്ല. കാരണം നിങ്ങൾ യൂസ് ചെയ്യുന്ന മൈക്ക് എന്ന് പറയുന്നത് ചിലപ്പോൾ 10,000 അല്ലെങ്കിൽ 15 മൈക്കായിരിക്കും. നിങ്ങൾ കോപ്പി ചെയ്യുന്ന സോങ് റെക്കോർഡ് ചെയ്യുന്ന ചിലപ്പോൾ ഹൈ എൻഡ് സ്റ്റുഡിയോയിലായിരിക്കും, അവിടെ യൂസ് ചെയ്യുന്ന മൈക്ക് 15 ലക്ഷമായിരിക്കും. അപ്പോൾ ഒരിക്കലും 15,000 ഒരു മൈക്കും 15 lakhിൻ്റെ ഒരു മൈക്ക് തമ്മിൽ നിങ്ങൾ കമ്പയർ ചെയ്യാൻ നോക്കരുത്. അത് ഒരിക്കലും അത് ശരിയല്ല. കാരണം ഒരു മൈക്കിന് 15 lakhs പ്രൈസ് ഇട്ടേക്കുന്നത് ഒരു മൈക്കിന് 15,000 പ്രൈസ് ഇട്ടത് തമ്മിൽ ആ കമ്പനി അത് ഇടുന്നതിൻ്റെ ഒരു റീസൺ ഉണ്ട്, എന്തുകൊണ്ടാണ് ആ മൈക്കിന് അത്ര വില. അപ്പോൾ അതിനുള്ള ഔട്ട്പുട്ട് ആ ഒരു സോങ്ങിലുണ്ടാവും, ആ ഒരു വോയിസിലുണ്ടാവും. സെയിം തന്നെയാണ് ഓഡിയോ ഇൻ്റർഫേസ്. നിങ്ങൾ യൂസ് ചെയ്യുന്ന ഓഡിയോ ചിലപ്പോൾ 10,000 ആയിരിക്കാം, പക്ഷേ ആ റെക്കോർഡ് ചെയ്തേക്കുന്ന ഓഡിയോ ഇൻ്റർഫേസ് ചിലപ്പോൾ 20 ലക്ഷത്തിനായിരിക്കാം. അപ്പോൾ ഒരിക്കലും കമ്പയർ ചെയ്യുമ്പോൾ ഡിറ്റോ അയ്യോ എൻ്റെ സോങ് അതുപോലെ വരുന്നില്ലല്ലോ, ഞാൻ പഠിച്ചില്ലെന്തോ പ്രശ്നമാണ്, അല്ലെങ്കിൽ എൻ്റെ എക്യുപ്മെൻസിൻ്റെ പ്രശ്നമാണ്, അങ്ങനെ ഒരിക്കലും ചിന്തിക്കരുത്.
ഇന്നത്തെ എല്ലാ എക്യുപ്മെൻറ്റ് നമ്മൾ ഈ നിങ്ങൾ മേടിച്ചിരുന്ന എക്യുപ്മെൻറ്റ്സ് എല്ലാം അത്യാവശ്യം ഡീസൻറ്റ് ക്വാളിറ്റി തരാവുന്ന എക്യുപ്മെൻറ്റ്സ് ആണ്. അതിൽ തന്നെ മാക്സിമം ചെയ്യാൻ നോക്കാം. പക്ഷെ ഒരിക്കലും ആ ഒരു പാട്ട് പോലെ തന്നെ വന്നില്ല, അത് വെച്ച് നിങ്ങൾ ഒരിക്കലും സങ്കടപ്പെട്ടിരിക്കരുത്. കാരണം ആ ഒരു ഡിഫറൻസ് എപ്പോഴും മനസ്സിലാക്കി വെക്കുക. ഒരു ഇൻസ്ട്രുമെൻ്റ് അല്ലെങ്കിൽ ഒരു റെക്കോർഡ് ചെയ്തേക്കുന്ന സംഭവത്തിൻ്റെ ഹാർഡ്വെയർ എന്തായിരുന്നു, മൈക്ക് ഏതാണ്, അത് തമ്മിൽ ഭയങ്കര ഡിഫറൻസ് ഉണ്ട്. അപ്പോൾ ഒരിക്കലും ചിലപ്പോൾ ഒരു ഇൻഡസ്ട്രിയിലുള്ള ഒരു പാട്ട് ഈ ലെവലാണെങ്കിൽ ചിലപ്പോൾ നിങ്ങൾക്ക് ഇവിടെ വരെ എത്തിക്കാൻ പറ്റുമായിരിക്കും. ഇത് തന്നെ ധാരാളം മതി. ഒരിക്കലും നിങ്ങൾ എത്തല്ല, അത് പുഷ് ചെയ്യണം ആ രീതിയിൽ നിൽക്കരുത്. മാക്സിമം നിങ്ങളുടെ ബെസ്റ്റ് ആ ഒരു ട്രാക്കിന് അടുത്തേക്ക് എത്തിക്കാൻ നോക്കുക. പക്ഷെ അത് എത്തിയില്ല എന്ന് വിചാരിച്ച് സങ്കടപ്പെട്ടിരിക്കരുത്. നിങ്ങളത് മനസ്സിലാക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. പക്ഷേ ഞാൻ പറഞ്ഞ പോലെ നിങ്ങളുടെ ഈ ഇപ്പോൾ ഉള്ള നിലവിലുള്ള എല്ലാ എക്യുപ്മെൻറ്റ്സ് അത്യാവശ്യം ഡീസൻറ്റ് ക്വാളിറ്റി തരും. അത് തന്നെ പഠിക്കുക, അതിന് തന്നെ ഏറ്റവും ബെസ്റ്റ് ക്വാളിറ്റിയിൽ അത് കൊണ്ടുവരാൻ നോക്കാം. പിന്നെ യു ഡു നോട്ട് നീഡ് എക്സ്പെൻസീവ് പ്ലഗിൻസ്. ഇത് എൻ്റെ ഒരു സജഷനാണ്. ഒരിക്കലും നിങ്ങൾ യൂട്യൂബ് നോക്കി അല്ലെങ്കിൽ വളരെ പൈസ മുടക്കിയ പ്ലഗിൻസ് വേണം, അത് എന്തായാലും വേണം വിചാരിച്ചിരിക്കരുത്. നിങ്ങളുടെ ഉള്ള സോഫ്റ്റ്വെയറിനകത്ത് തന്നെ ഏറ്റവും നല്ല പ്ലഗിൻസ് അതിനകത്ത് ഇൻബിൽറ്റ് ആയിട്ട് തന്നെ ഉണ്ട്. അപ്പോൾ അതിൽ തന്നെ എല്ലാം പഠിക്കുക. അതുകൊണ്ട് തന്നെ നമ്മൾ ഈ കോഴ്സിൽ ഒരു തേർഡ് പാർട്ടി പ്ലഗിൻ നമ്മൾ കാണിച്ചിട്ടില്ല. നമ്മുടെ കയ്യിൽ ഒരുപാട് തേർഡ് പാർട്ടി പ്ലഗിൻസ് ഉണ്ട്, പക്ഷേ നമ്മളതൊന്നും കാണിച്ചിട്ടില്ല. കാരണം നമ്മുടെ ലോജിക് പ്രോ അല്ലെങ്കിൽ നിങ്ങൾ യൂസ് ചെയ്യുന്ന സോഫ്റ്റ്വെയറിനകത്ത് തന്നെ അടിപൊളി പ്ലഗിൻസ് ആണ്. ഈ ചെയ്യാനും അത്യാവശ്യം നല്ല സ്റ്റാൻഡേർഡ് ഔട്ട്പുട്ട് എടുക്കാനുള്ള പ്ലഗിൻസ് അതിന് ഇൻബിൽറ്റ് ആയിട്ട് തന്നെ ഉണ്ട്. ഏത് സോഫ്റ്റ്വെയർ എടുത്താലും പ്രൊഫഷനായിട്ട് ക്യൂബേസ് ആയാലും പ്രോ ടൂൾസ് ആയാലും സ്റ്റുഡിയോ വൺ ആയാലും നിയോണ്ടോ ആയാലും. അപ്പോൾ അതുകൊണ്ട് അതിൽ തന്നെയുള്ള പ്ലഗിൻസ് വെച്ച് യൂസ് ചെയ്യുക, ബെസ്റ്റ് ഔട്ട്പുട്ട് എടുക്കാൻ നോക്കാം. പിന്നെ നിങ്ങൾക്ക് തോന്നാണ് എന്തെങ്കിലും നിങ്ങൾക്ക് പുതിയ പ്ലഗിൻ മേടിക്കണം, കുറച്ചുകൂടി പഠിക്കണം, അല്ലെങ്കിൽ ഈ നമ്മുടെ പ്ലഗിനിൽ ഇല്ല, ഇനി വേറെ പ്ലഗിൻ ഇതിന് ആവശ്യമുണ്ട്, അങ്ങനെയാണെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് വേറെ പ്ലഗിൻസിനെ കുറിച്ച് ചിന്തിക്കാം, വേറെ പ്ലഗിൻസ് മേടിക്കാം. പക്ഷേ അത് അത്യാവശ്യമാണ്, അല്ലെങ്കിൽ അതില്ലാണ്ട് ഒരിക്കലും നടക്കില്ല. ആ ഒരു ചിന്ത മനസ്സിൽ നിന്ന് മാറ്റാം. നിങ്ങളുടെ കയ്യിലുള്ള പ്ലഗിൻ വെച്ച് തന്നെ മാക്സിമം എടുക്കാൻ നോക്കാം. അപ്പോൾ ഇതായിരുന്നു എൻ്റെ എക്സ്പീരിയൻസ് കൊണ്ട് ഉണ്ടാക്കിയ കുറച്ച് ടിപ്സാണ്. നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. ഇത് നിങ്ങൾക്ക് പ്രിൻ്റ് ഔട്ട് എടുക്കുക, അല്ലെങ്കിൽ ഒരു പിക്ചർ എടുത്തിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ഡെസ്കിൽ വെക്കുക. ഇത് ഓർത്ത് വെക്കുക, വളരെ യൂസ്ഫുൾ ആയിരിക്കും. ഇന്നല്ലെങ്കിൽ നാളെ നിങ്ങൾക്ക് അതിനർത്ഥം മനസ്സിലാവും. അപ്പോൾ അടുത്തതെന്ന് പറയുന്നത് നമുക്ക് ഒരു ഫുൾ പ്രോജക്റ്റ് നമുക്ക് ചെയ്യാം. റെക്കോർഡിങ്, മിക്സിങ്, മാസ്റ്ററിങ് എല്ലാം നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പോൾ അത് നമ്മുടെ ലാസ്റ്റ് വീഡിയോ ആയിരിക്കും. അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് സ്വന്തമായിട്ട് ചെയ്യാം. ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോ കാണാം. ടിൽ ദെൻ